ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരടിപൊളി നാരങ്ങ വെള്ളമാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ നമ്മൾ പലതരത്തിലുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളമാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 വലിയ ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്, കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം. പിന്നെ ഈ വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയുടെ കഷ്ണം, 3 ഏലക്ക കൂടെ ചേർത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നോർമൽ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പെഷ്യലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം നാരങ്ങ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഐസ് ക്യൂബ്സ് അല്ല, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കളർഫുൾ ആയിട്ടുള്ള ഐസ് ക്യൂബ്സ് ആണല്ലേ. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഇതെന്തോ കളർ ചേർത്ത് ഉണ്ടാക്കിയതാണ്, കളറും എസെൻസ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഈ ഐസ് ക്യൂബ് ഉണ്ടാക്കിയെന്നുള്ളത് നോക്കാം. ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതിയിൽ നിന്നും നീര് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും 2 ഏലക്കയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള കറുത്ത മുന്തിരിയാണ് കേട്ടോ. ജ്യൂസ് മുന്തിരിയാണ്. ഞാനിവിടെ ഒരു 10 മുന്തിരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ടിത് അരിച്ചെടുത്ത് ഇതാണ് കേട്ടോ നമ്മൾ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഇതിന് പകരം മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയാൽ പോരേന്ന്. പക്ഷേ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് മുന്തിരി വേണം, 2 ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ. ഇതുപോലെ ലൈം ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ 10 മുന്തിരി വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഗ്ലാസ്സിലേക്കുള്ള ഫ്ലേവർ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല മുന്തിരിയുടെ ഫ്ലേവറിലുള്ള നാരങ്ങ വെള്ളമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് നല്ല പോലെ കട്ടയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐസ് ക്യൂബ്സാണ് നമ്മൾ നോർമലായിട്ടൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് മുകളിൽ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്കിങ്ങനെ ലെയറായിട്ട് കിട്ടും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മൊത്തത്തിൽ മുന്തിരി ജ്യൂസിൻ്റെ ആ ഒരു കളറിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളത്തിൽ നിന്നും മുന്തിരിയുടെ ഒരു ടേസ്റ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി നാരങ്ങ വെള്ളമാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്